ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ 20ാമത്തെ നോമ്പ് തുറേൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ അത്തായോ പിന്നെ നമ്മളെ നോമ്പ് തുറയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ 2 സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊട്ടാറ്റോ ട്വിസ്റ്ററും നമ്മളെ ഇടിമുട്ടയും. ഇടിമുട്ടേണ്ടത് ഞാൻ ഇതിൽ മുന്നേ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇന്ന് വൈകുന്നേരം 4:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അതുപോലെ ചിക്കൻ പൊരിച്ചിട്ട് ഒന്നും ചെയ്യണ്ട, അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാം നമുക്ക്. അത് ചപ്പാത്തിക്കായാലും പത്തിലിനായാലും കൂട്ടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. പിന്നെ നമ്മളെ മായൊന്നും ചേർക്കാത്ത നാടൻ ഇളനീൻ്റെ ജ്യൂസുമാണ് ഇന്ന് ഉണ്ടാക്കിയത്. നെക്സ്റ്റ് അരി കൊണ്ടുള്ള പരുത്തിപ്പത്തിൽ എന്ന് പറയും. നമ്മൾ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിലാണ് പരുത്തിപ്പത്തിൽ. അത് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാണ്, ചൂടാല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. ഞാൻ എടുത്തുകൊണ്ട് വെക്കുമാണ് അടുത്ത ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഞാൻ അധികമൊന്നും എഡിറ്റൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ടൈമില്ലാത്തതുകൊണ്ട്. പിന്നെ സൗണ്ടിൻ്റെയും കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം. കാരണം സൗണ്ട് നല്ലോണം മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ചിക്കന് മഞ്ഞളും മുളകും കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് പെരക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണ്. നമ്മൾ മുന്നേ പെരക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകും പൊരിച്ച് കഴിഞ്ഞാൽ. പിന്നെ അതിൽ കുറച്ച് നമുക്ക് ചിക്കൻ മസാല ഇടാവുന്നതാണ്, ഒരു 1/2 ടീസ്പൂണ്. നന്നായിട്ട് ഞാൻ പെരക്കി വെച്ചതാണ്. 2 ഇളനീനുണ്ട്. ഇത് അപ്പുറത്തെ വീട്ടിൽ തെങ്ങമ്മക്കാരുമോ ഒരു തന്നതാണ്. അപ്പോൾ ഇന്ന് ഇളനീൻ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓരോ ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം ഇട്ടിട്ടുണ്ട്. എന്തായാലും ചിക്കൻ പൊരിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. നമ്മളെ വീട്ടിൽ തെങ്ങമ്മക്കാരുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ കുറച്ച് ജാസ്തി ഇളനീൻ പറിച്ച് തരുമെന്ന് ചോദിക്കും. എന്നിട്ട് ഇത് ഉടച്ചിട്ട് നോർമലായിട്ട് ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര രസമാണ്. അത് വേറെ തന്നെ ഒരു ഫീലിങ്ങാണ്. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കും, അല്ലെങ്കിൽ പുഡിങ് ഉണ്ടാക്കും. പക്ഷേങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പറിക്കുന്ന ഇളനീന് കുറച്ച് പൾപ്പ് കുറവായിരിക്കും. ഇതിൽ കൂടുതൽ ഇളനീൻ വെള്ളം ഉണ്ട്, പക്ഷെങ്കിൽ പൾപ്പ് കുറവാണ്. കാരണം സോഫ്റ്റ് ആയിട്ടുള്ള പൾപ്പാണ്. അങ്ങനെ നമ്മൾ ഇളനീൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പൾപ്പ് എടുത്തിട്ട് വേറെ എടുത്ത് വെക്കണം. ഇതിൽ വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല, വെറും ഇളനീനും വെള്ളവും പിന്നെ പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടി, അതൊരു 1/4 ടീസ്പൂണ് മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏലക്കേൻ്റെ ഒരു ചൊയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. ചിലർക്ക് ഏലക്കേൻ്റെ ചൊയ അത്ര പിടിക്കൂല. ഇതാ നമ്മളെ ചിക്കന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം പൊരിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ പുറം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇത് നമ്മൾ അപ്പുറം മറിച്ചിടുക നമ്മൾ പറയുക. അപ്പുറത്തെ സൈഡും പൊരിഞ്ഞ് തരും, കുറച്ചും കൂടി ടൈം എടുക്കും. ഇനി ആ ടൈമിന് ഞാൻ ജ്യൂസ് അടിച്ച് വെക്കുന്നുണ്ട്. നേരത്തെ എങ്ങനെ അടിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇനി വിശദമായിട്ട് പറയുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്തത്. കാരണം എനിക്ക് തന്നെ എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഒരു വേറെ മാറിയുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു കുറച്ചും കൂടി റെഡിയായി എന്ന് തോന്നിയപ്പോഴാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാനും ഡിലേ ആയത്. പിന്നെ എനിക്ക് ഷോർട്സ് എടുക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് തോന്നുന്നില്ല വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുകൊണ്ടാണ് ഞാൻ വീഡിയോ തന്നെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ചിക്കൻ എല്ലാം പൊരിഞ്ഞിട്ട് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, കുറച്ചും കൂടി ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിക്കുന്നില്ല. അപ്പം നമ്മളെ ചിക്കനെല്ലാം ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മളെ ഇളനീനും ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ഇനി ഇളനീന് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് കറക്റ്റാണ്, നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലിക്ക് കറക്റ്റാണ്. അത് നിറച്ചൊന്നുമില്ല, കാരണം വെച്ചാൽ പൾപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ മിക്സി അധികം അടിയാത്തതുകൊണ്ട് പൾപ്പായിട്ടാണ് ഉള്ളത്. കുറച്ച് ടൈം അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റംസ് നമ്മൾ ഇടിമുട്ട ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്മില്ലേ, ആ ഓരോ കള്ളിയിലും നെയ്യ് പുരട്ടിയതിന് ശേഷം ഈ മുട്ട അങ്ങനെ തന്നെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇതിൽ മുന്നേ ചെയ്തതാണ്. അന്ന് ഞാൻ സൗണ്ടൊന്നും കൊടുത്തിട്ടില്ല. ആ സമയത്ത് ഇത് നല്ല റീച്ചായിട്ടുണ്ടേനും. ഇനി ഇത് നമ്മളെ ഇഡ്ഡലി ചെമ്മിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് മുന്നേ വെച്ചിട്ടുണ്ട്, കാരണം എന്നാൽ ഒരു ചൂടായി വരുള്ളൂ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് തീ കൂട്ടി വെച്ചാൽ ൊന്നും പ്രശ്നമില്ല. ഇനി അടുത്തതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ട്വിസ്റ്റർ. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലികളെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഒരു 5 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കറകളെല്ലാം പോകുന്ന തരത്തിൽ. എന്നിട്ട് ഞാൻ കത്തി കൊണ്ട് വട്ടത്തിൽ അരിഞ്ഞപ്പോൾ എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. കാരണം കത്തി കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയിലാണ് കിട്ടിയത്. അന്നേരമാണ് ഒരു ഐഡിയ തോന്നിയത്. ഞാൻ ഉള്ളിയെല്ലാം മുറിച്ചിടുന്ന ഐക്കയിൽ നിന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റ് ഇല്ലേ, അതിനെ കൊണ്ട് ഇതുപോലെ ആക്കിയപ്പോൾ നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കത്തീൻ്റെ ഒന്നും ആവശ്യമില്ല. അന്നേരം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കണ്ട, ഇത് നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ആ മൊത്തം ഉരുളക്കിഴങ്ങും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ മുട്ട വെന്തിട്ടുണ്ട്. അതൊരു ഭാഗത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ലൈസാക്കി വെച്ച ഉരുളക്കിഴങ്ങ് വീണ്ടും ഞാൻ കഴുകുന്നുണ്ട്. നല്ലോണം കഴുകിയിട്ട് പറ്റുമെങ്കിൽ നമ്മളൊരു ടിഷ്യൂവിലോ ഒരു തുണിയിലോ വെച്ചിട്ട് തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇല്ലാണ്ടെന്നാൽ മതി. കണ്ട, ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതുമലാണ് ഇനി ഈ പൊട്ടാറ്റോൻ്റെ കളി. ഇതുപോലെ പൊട്ടാറ്റോ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് തിരിച്ചിട്ടും മറിച്ചിട്ടുമാണ് വെക്കുന്നത്. ബാക്ക് സൈഡ് ആക്കിയിട്ട് അങ്ങനെ ഫുള്ളായിട്ട് ഈ പൊട്ടാറ്റോ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പൊട്ടാറ്റോ തീരും വരെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, സ്റ്റിക്കുമ്മലാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ചിട്ട് കമ്പുമ്മ കുത്തിയിട്ടെല്ലാം ആകുമ്പോൾ പിന്നെ അവർക്കൊരു വെറൈറ്റി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ പണിയെല്ലാം എടുക്കുന്നത്. അങ്ങനെ ഇനി ഇതിന് മുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലും കുറച്ച് അളവിലാണ് മൈദ വേണ്ടത്, മൈദ 1/4 കപ്പ്. എന്നിട്ട് ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉപ്പ്, അത് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി, അളവ് പറയുന്നില്ല. പിന്നെ മുളകിൻ്റെ പൊടി, അത് ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് കുരുമുളകിൻ്റെ പൊടി, അതൊരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ ഇടാം. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് 1/4 ടീസ്പൂണ്. പിന്നെ ചില്ലി ഫ്ലെക്സ്, അതായത് ഉണക്കമുളക് പൊടിച്ചതാണ്. ഇനി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ച് നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസായിപ്പോവും. ഈ നമ്മൾ മുക്കിപ്പൊരിക്കുന്ന നേരത്തിലുള്ള ഈ ഒരു കോലത്തിലാണ് വേണ്ടത്. ഇനി ഈ പൊട്ടാറ്റോ ടിക്സ്ചർ ഞാൻ ഇതിൽ മുക്കിയിട്ട് ഞാനെടുത്ത ബൗള് ചെറുതായിപ്പോയിക്ക് ഇനി സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ മാവ് കണക്കാണ്, വെറുതെ നമ്മൾ വേസ്റ്റായി പോകും. ഞാനിങ്ങനെ ചെയ്യുന്ന ടൈമിനെല്ലാം കുറച്ച് മുന്നേ ഓയിൽ ഒഴിച്ചിട്ട് പാത്രം ചൂടാക്കി വെക്കും. എന്നാൽ പിന്നെ വേഗം നമുക്ക് പൊരിച്ചെടുക്കാം. അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ വെറുതെ ടൈം പോകല്ലോ എന്ന് വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് കണ്ട ഒരു തെറിക്കും പോലെ അത് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഇനി നമ്മൾ ഇടിമുട്ട വെന്തിട്ടില്ല, അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് 1.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഉപ്പ്. ഇനി പാകത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി മാറ്റി വെക്കണം. നമ്മളെ പൊട്ടാറ്റോ ടിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ വല്ലാണ്ട് കൂടിപ്പോവാണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇത് വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നുമല്ല, ഞാൻ ആ ചൂടുള്ള എണ്ണയിൽ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുന്ന കണ്ടില്ലേ, ഭയങ്കരം തന്നെയല്ലേ. പക്ഷെങ്കിൽ ഇത് അതിൻ്റെ മുകളിൽ ചൂടായിട്ടില്ല. അതുകൊണ്ടാണ്, നിങ്ങളാരും ഇത് അനുകരിക്കരുത്. ഇത് എനിക്ക് മാത്രമുള്ളൊരു കഴിവാണ്. അങ്ങനെ പൊരിച്ച് വെച്ച നമ്മളെ പൊട്ടാറ്റോ ടിക്സ്ചറിൻ്റെ മേലെ മുളകിൻ്റെ പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാല ഇട്ടിട്ട് മിക്സാക്കി എടുത്തൊരു മസാലയുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിന്നുമ്പം കുറച്ചും കൂടിയും ഒരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ടൊമാറ്റോ സോസും വെച്ചിട്ടുണ്ട്. ഇടിമുട്ടയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച മസാലയിൽ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. തിക്ക് ഗ്രേവി ആയിട്ടാണ് മാറേണ്ടത്. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ മുട്ട ഇതിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാല പെരക്കി വെക്കണം. ഞാൻ 5 മുട്ടയാണ്, നമുക്ക് ഓരോരുത്തർക്ക് ഇനി എക്സ്ട്രാ എടുക്കാൻ പോലും ഇല്ലാത്ത തരത്തിലാണ് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളത്. മുട്ട എൻ്റെ അടുത്ത് അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞതിൻ്റെ ഞാൻ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയും അങ്ങ് പൊരിക്കുക. കുറച്ചേ നെയ്യ് വേണ്ടുള്ളൂ. ഒരു വാട്ടിയെടുക്കുന്ന തരത്തിലാണ് നമുക്ക് നെയ്യ് വേണ്ടത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കുറച്ച് കൂടുതലല്ലേ, കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, റെഡി ആയിട്ട് മാറും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താൽ സൂപ്പറായിരിക്കും. എന്നിട്ടും പറയാം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. ഇനി ഇത് ഞാൻ മറിച്ചിടുന്നുണ്ട്.
അതായത് തിരിച്ചിടുക. മുട്ട ഇങ്ങനെ വെക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലുള്ളതിനാണ് ഞാനിങ്ങനെ മൂടി വെക്കുന്നത്. എന്നാൽ അങ്ങനെ പൊട്ടിത്തെറിക്കില്ല. അതുമാത്രമല്ല തീ കൂടുതൽ വെക്കുകയും ചെയ്യാറ്, തീ കുറച്ചിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഒന്ന് മനസ്സിലാക്കണം. ഇനി ഇത് നമ്മൾ കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഇടിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ പൊട്ടാറ്റോ ടിസ്റ്ററും റെഡി ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല, ബാങ്ക് കൊടുത്തു പോയി. അതുകൊണ്ട് തന്നെ ഇത് പൊരിക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റും ആൾക്കാർ ഇങ്ങനെ കൂടി നിന്നിട്ടുണ്ട്. ചൂടാലെ തന്നെ മക്കൾസ് എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പം നല്ല ക്രിസ്പിനെസ് ഉണ്ട്. ചൂടാലെ അടിപൊളിയാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പറയുന്നില്ല, പൊട്ടറ്റോ ടിസ്റ്റർ അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്രിസ്പിനെസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമ്മൾ ഇടിമുട്ടിയാണ്. അത് പൊരിച്ച സാധനം ഞാൻ തന്നെ ഒന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒലിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. സംഭവം അടിപൊളിയാണ്. നോമ്പ് തുറന്നുകൊണ്ട് ആക്കിയോണ്ട് ഉപ്പെല്ലാം കറക്റ്റായിട്ട് നോക്കാൻ പറ്റി. ഇനി മക്കൾസ് നോക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിന് മുന്നേ ഓലെല്ലാം സൂപ്പറാന്ന് പറയുന്നുണ്ട്. സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ഉപകാരം ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെയും നമുക്ക് കഴിക്കാൻ പറ്റും. ശരിക്കും കൊറിയക്കാർ കഴിക്കുമ്പോൾ തന്നെ ഇവർ കഴിക്കുന്നുണ്ട്, എനിക്ക് മാത്രം അതിങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. ഇനി നമ്മളെ ഇളനീർ ജ്യൂസ്, അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ നോമ്പ് തുറന്നിട്ടാണോ കഴിക്കുന്നത്. 2 സ്നാക്സും കഴിച്ചതിന് ശേഷമാണ് ജ്യൂസ് കുടിക്കുന്നത്. കാരണം ഇത് ചൂടാല പൊരിച്ച വന്നുകൊണ്ട് ഓലിത് ഫസ്റ്റ് തന്നെ കഴിച്ച്, പിന്നെ ഞാൻ തന്നെ ഇത് ഓലിക്ക് കൊടുക്കണ്ടേ. ഇളനീർ ജ്യൂസ് പൾപ്പ് രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. കാരണം എൻ്റെ മിക്സിക്ക് മൂർച്ചം കുറവായതുകൊണ്ട് പൾപ്പ് രൂപത്തിലാണ് കിട്ടിയത്. പിന്നെ എനിക്ക് വെള്ളം കൂടുതലുണ്ടായോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ഇളനീരിൻ്റെ വെള്ളം മാത്രമാണ് എടുത്തത്. അത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ്. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് നല്ല രസമുണ്ട് ഇതിന് കുടിക്കാൻ. നല്ല ചൂടത്ത് ഇങ്ങനെ ഒരു ഡ്രിങ്ക് കുടിക്കാൻ നല്ലൊരു ഇതുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നതാണ്. ഞാൻ പൊരിച്ച് വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടേനും, പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. 4 ഉള്ളി, 2 തക്കാളി, പിന്നെ ഒരു ഫുള്ള് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 പച്ചമുളക് 1 എടുത്തിട്ടില്ല. ഇനി ഉള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് നടുകെ പിളർന്നിട്ട് ഇതുപോലെ ഞാനിതാ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്യാം. എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടിയാണ് ചെയ്യൽ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഉള്ളിയെല്ലാകുമ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ മുറിക്കും. അപ്പം നമ്മൾ ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് കുക്കറിലേക്ക് ഇടുന്നതാണ്. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ വാട്ടാണ്ട് വെക്കുന്ന കറിയാന്ന്, അതുകൊണ്ട് ഞാനിത് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കണം. എല്ലാം തക്കാളി ആയാലും ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും എല്ലാ സംഭവം, ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒരുമിച്ചിട്ടാണ് ചതച്ചിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് അത് നീളത്തിലരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ എല്ലാ സാധനങ്ങളും ആ പ്ലേറ്റിൽ കാണിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 വിസിൽ അടിച്ചിട്ട് കുക്കറിൽ ഞാൻ വേവിച്ച് വെക്കും. അങ്ങനെ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 വിസിൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചിക്കൻ പൊരിച്ചിട്ട് ഇങ്ങനെ തന്നെ വിസിലടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വിസിലടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കുക്കർ ഞാൻ മൂടി തുറന്ന് നോക്കുമ്പോൾ കണ്ട ഇത് വെന്തിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടണം, വെന്തടിഞ്ഞ് കഞ്ഞി പോലെ ആയി പോണ്ട. ഇനി അടുത്തതായിട്ട് പൊരിച്ച് വെച്ച ചിക്കനില്ലേ, അത് ഇതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലിട്ട് കൊടുക്കുന്ന മസാല 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും, പിന്നെ ഞാൻ കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞളും മുളകും ഇതിലിടേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ പൊരിക്കുമ്പോൾ ഇതിലിട്ടുകൊണ്ട് മഞ്ഞളും മുളകും ഈ കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഗരം മസാലയാണ്, അത് കുറച്ച് 1/4 ടീസ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ പൊരിച്ച് വെച്ച നെയ്യ് ഒരു ചെറിയൊരു ബൗളിലെടുത്ത് മാറ്റിയിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുവരെ നെയ്യൊന്നും ഇതിലിട്ട് കൊടുത്തിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, കുറച്ചേ വെള്ളം വേണ്ടും, വെള്ളം കൂടണ്ട. ഇതൊരു ഗ്രേവി ആയിട്ടാണ് കിട്ടുക, നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് കിട്ടുക. ഇനി മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽ അടിക്കണം. അപ്പം തന്നെ നല്ല സ്മെല്ല് വരും. ഇനി അടുത്തതായിട്ട് നമ്മൾ പത്തിൽ ചുടാൻ പോവാണ്. നമ്മളെ കണ്ണൂരത്തെ, അതായത് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയ പരുത്തി പത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവ പോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്.
ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ നെയ്യ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കുന്നുണ്ട്. ഇത് നമ്മൾ അരി നമ്മൾ ഒറോട്ടിപ്പത്തിൽ അതെല്ലാം ചൂടുന്ന അരിയാണിത്. ഈ ഒറോട്ടിപ്പത്തിലെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഇതുവരെ ഇട്ടിട്ടില്ല. നെക്സ്റ്റ് ഞാനത് ഇടുന്നതായിരിക്കും. അത് എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. അതിൽ കറക്റ്റ് വിശദമായിട്ട് അരി എങ്ങനെയാണ് അരക്കേണ്ടതെന്ന് എല്ലാം ഉണ്ട്. ഇത് റേഷൻ അരിയാണ്. അപ്പം ഞാൻ പത്തിൽ എല്ലാം ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് ചെറുങ്ങനെ പത്തിലെന്താവും ഒന്ന് പൊന്തി വരും. ആ സമയത്ത് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എനിക്കും അമ്നുവിനും 2 പത്തിൽ, ബാക്കി മക്കൾസിനെല്ലാം ഓരോന്നാണ്. അത് കണക്കാക്കിയാണ് ചുട്ടത്. പിന്നെ നമ്മൾ കഴിക്കൊന്നുമില്ല, വേസ്റ്റായി പോവും. ഇത് നമ്മൾ അത്തായത്തിന് ഇങ്ങനെ ചൂടാലെ ഇങ്ങനെ ചുടുക ചെയ്യുക. ചുട്ട് വെക്കലൊന്നുമില്ല, കാരണം കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാവുക. ഇതാ കണ്ട, നമ്മളെ 5 വിസിൽ കഴിഞ്ഞ് 4-5 വിസിൽ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നല്ല ഒരു കളറെല്ലാം വന്നാണെന്നില്ല. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് ചൂടാക്കി വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി നോക്കാം. നിങ്ങൾക്ക് എത്ര ടൈറ്റ് വേണമെങ്കിലും ഇങ്ങനെ ആക്കിയെടുക്കാം. 4 വിസിൽ മതിയായിരിക്കും, കൂടുതലാവണ്ട. ഓൾറെഡി പൊരിഞ്ഞ ചിക്കനാണ്. ഇനി അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് വേണമെങ്കിൽ അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമ്മളിത് കഴിക്കാൻ പോവാണ്. അങ്ങനെ കറികളെല്ലാം ഇത്രക്കാരം കറിയൊന്നും നമ്മൾ ഞാൻ കുക്കറിൽ നിന്ന് തന്നെ എടുത്തിട്ട് കഴിക്കലാണ്, നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ്. ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബൗളെല്ലാം വെച്ചത്. അങ്ങനെ നമ്മൾ പൊരിച്ച് വെച്ച ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയും നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പരുത്തിപ്പത്തിലും ഇതാ നമ്മളെ കണ്ണൂരത്തെ സ്പെഷ്യലാണിത്. പരുത്തിപ്പത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറാണ്. പണികളെല്ലാം എളുപ്പമാണ്. ഞാനിത് 2 ട്രിപ്പായിട്ട് അരച്ച് വെച്ച അരിയേനും അങ്ങനെ ഇത് ലാസ്റ്റത്തെ ഒരു ട്രിപ്പായിട്ടുള്ള അരിയാണിത്. ഇങ്ങനെ അരി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരുത്തിപ്പത്തിൽ ഒറോട്ടി ഇങ്ങനെ ചൂടാൻ പറ്റുന്നതാണ്. വേറെയും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ആമിന് കഴിക്കാൻ തുടങ്ങി. ഇത് മുത്തായത്തിൻ്റെ ടൈമാണ്. നമ്മൾ ഇശാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതാണ് മുത്തായം. അതിങ്ങനെ 10 എല്ലൊന്നും 10ലൊന്നും ഇല്ല. ഞാൻ നിങ്ങളോട് ഇതിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇവർക്ക് നല്ലോണം സ്നാക്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്, തേങ്ങ അരച്ചിട്ടുള്ള കഞ്ഞി. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ദോശയോ പത്തലോ കഴിക്കും. അത്താഴത്തിന് നമ്മൾ ബ്രെഡോ ഓംലേറ്റും വെച്ചിട്ട് സാൻഡ്വിച്ചോ അങ്ങനെ എന്തുണ്ടാക്കും. അങ്ങനെ പത്തൽ നമ്മൾ കഴിക്കാൻ പോകുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി കറിയാണ്. ഇത് നമ്മൾ രാത്രി വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ തലേന്ന് എന്ത് കറിയാലും നമ്മൾ ബീഫ് കറിയെല്ലാം തലേന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് കഴിക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്